ഇതേപോലെയുള്ള ക്യൂട്ട് ഫ്ലവർ ബാസ്ക്കറ്റ്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഈ കാണിക്കുന്ന ഫ്ലവർ ബാസ്ക്കറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യേ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഫ്ലവർ ബാസ്ക്കറ്റ്സ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ഈ ഫ്ലവർ ബാസ്ക്കറ്റ്സിൻ്റെ കൂടെ ബോണസ് ആയിട്ട് കുറച്ച് ഫ്ലവർ ബാസ്ക്കറ്റ്സും കൂടി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടുനോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഹാഫായി കട്ട് ചെയ്തതിന് ശേഷം ഒരു പൈപ്പ് ക്ലീനറിൽ തന്നെ നമുക്ക് ഇതുപോലെ 2 പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ചധികം പെറ്റൽസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സെൻറ്റർ പോർഷൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് ക്ലീനർ റോൾ ചെയ്തിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം ഗ്ലൂ വെച്ചിട്ട് എല്ലാ പെറ്റൽസും അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത്ര സിമ്പിളായി ചെയ്താലും കാണാൻ നല്ല രസമായിരിക്കും ഫൈനൽ ലുക്ക്. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഫ്ലവർ വേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ട് സിമ്പിളായിട്ട് നല്ല ക്യൂട്ട് സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പം ഇപ്പോൾ കോളേജും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഫെയർവെല്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരോടാണ്, ഫെയർവെല്ലിൻ്റെ സമയത്ത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്യൂട്ട് ഗിഫ്റ്റ് ഐറ്റം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി നല്ലൊരു ഓപ്ഷൻ ആണ്. കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ പ്രീമിയം ആയിട്ടുള്ളൊരു ഗിഫ്റ്റിന്റെ എഫക്റ്റ് കിട്ടും. പക്ഷെ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതുമാണ്. ഇനി നമുക്ക് ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ട് ഹാഫാക്കി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ ചെയ്യുന്ന പോലെ പൈപ്പ് ക്ലീനർ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഫുൾ ഗ്ലാസും ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് പറയാനാണെങ്കിൽ ബാക്കി സ്റ്റെപ്സ് ഒക്കെ നമുക്ക് ഇതിനെ അലങ്കരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ബോർഡറിൽ ഇതുപോലൊരു പൈപ്പ് ക്ലീനർ ബ്രഷിൽ ഇങ്ങനെ സ്പ്രിങ് പോലെ ആക്കി എടുത്തിട്ട് ഇതുപോലെ ബോർഡറിൽ ഒട്ടിച്ചു കൊടുത്തു. ഇനി ഈ ബാസ്ക്കറ്റിൻ്റെ അകത്തോട്ടല്ലേ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ വെക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പോഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറൊക്കെ ഇതുപോലെ വെച്ചതിന് ശേഷം പുല്ല് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഗ്രീൻ പൈപ്പ് ക്ലീനർ ഇതുപോലെ റോൾ ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി ആ സ്പോഞ്ചിൻ്റെ അകത്തോട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി ഓരോ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഡാൻസ് ചെയ്യുന്ന പോലത്തെ ഒരു ഡെയ്സി ഫ്ലവറാണ്. എനിക്കതിനെ കണ്ടപ്പോൾ കുറച്ച് ഡെയ്സി ഫ്ലവർ ആയിട്ട് തോന്നി. നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് നോക്കിയിട്ട് എന്താ തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതുപോലെ ഹാഫാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരൊറ്റ ഹാഫ് പൈപ്പ് ക്ലീനറിൽ നിന്ന് 2 പെറ്റൽസ് ഉണ്ടാക്കുക. അങ്ങനെ കുറച്ചധികം പെറ്റൽസ് ഉണ്ടാക്കിയതിന് ശേഷം സെൻറ്റർ പോർഷന് വേണ്ടിയിട്ട് വേറൊരു കളർ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ പെറ്റൽസും ഈ റോളിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കൊരു സ്റ്റെമ്മും കൂടി ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സെപ്പൽ ഉണ്ടാക്കിയതിന് ശേഷം അത് നമുക്ക് ഒട്ടിച്ചിട്ട് അതിന് നമുക്കൊരു സ്റ്റെം ആക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ ഒരു പോട്ട് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിൽ സ്പോഞ്ച് വെച്ചുകൊണ്ട് തന്നെ നമ്മളിത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോക്കോളും. ഈ ഫ്ലവർ പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യെല്ലോ ഡേസി ഫ്ലവറിന് താഴെ കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ഇനി നമുക്കൊരു റോസ് ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെറ്റൽ കിട്ടും. അങ്ങനെ കുറച്ചധികം പെറ്റൽസ് ഉണ്ടാക്കിയതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു സെപ്പൽ ഉണ്ടാക്കുക. സെപ്പൽ ഉണ്ടാക്കാൻ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് മുന്നേ നമ്മൾ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു ഗ്രീൻ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതേപോലെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെപ്പലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്കൊരു സ്റ്റെമ്മ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് ഉണ്ടാക്കാം. ലീവ്സ് ഉണ്ടാക്കുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പാടായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ഓരോ ലീവ്സും ഉണ്ടാക്കിയെടുക്കുക. ഇനി ലീഫ് ഉണ്ടാക്കണതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ റോസ് പോട്ട് നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടു എന്ന് പെട്ടെന്ന് തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. അതിന് എത്ര മാർക്ക് കൊടുക്കുന്നു താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു ഹൈഡ്രാഞ്ചിയ ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ബ്ലൂ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഒരു സ്റ്റെം ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് ലീവ്സും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പോട്ടിലോട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നേരത്തെ ലീഫ് ഉണ്ടാക്കാൻ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇതും കണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവരെയും കമൻറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലൂ ഫ്ലവർ പോട്ടിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും അതും താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് നമുക്കൊരു ലില്ലി ഫ്ലവർ പോട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ ലില്ലീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഓരോ പെറ്റൽസ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതേപോലെ റോൾ ചെയ്തിട്ട് ഓരോ പെറ്റൽസ് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എത്ര നമ്പർ ഓഫ് ഫ്ലവേഴ്സും എത്ര നമ്പർ ഓഫ് ബഡ്സും വേണോ അത്ര എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ആ ഫ്ലവർ പോട്ടിലോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ലീഫും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ പോട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടപ്പെടാണെങ്കിൽ താഴെ ലില്ലിന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് നമുക്കൊരു ജാസ്മിൻ ഫ്ലവർ ഉണ്ടാക്കിയാലോ? ഞാൻ ഉണ്ടാക്കിയാൽ വെച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ ഫ്ലവർ ആണ്. കൂടുതൽ റെഫറൻസ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു ജാസ്മിൻ്റെ പിക്ക് എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുകയാണ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രയും ഫ്ലവർ പോട്ട്സ് ഉണ്ടാക്കിയാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ജാസ്മിൻ ആണ്. നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടാണ് നിങ്ങളൊരു കുഞ്ഞു കമൻറ്റെങ്കിലും ഈ വീഡിയോയിൽ ഇടണേ. കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്ന് കേൾക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കുഞ്ഞു കമൻറ്റോ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞു ഹാർട്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാച്ചാൽ ലൈക്ക് ചെയ്യാനും
പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടുലിപ്പ് ഫ്ലവർ ആണ്. നമ്മൾ ഈ ഫ്ലവർ സീരീസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുവിധം എല്ലാ ഫ്ലവേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലവേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നിങ്ങൾ പറയുന്ന ഫ്ലവേഴ്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവർ, എനിക്ക് ഫ്ലവറിൻ്റെ പേരറിയില്ല, അതുകൊണ്ട് നമ്മൾ ഇന്ന ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. കാരണം ഫൈനൽ ലുക്ക് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയും ഇത് ഈ ഫ്ലവറിൻ്റെ പേരെന്താന്ന്. ഞാനൊരു ഇമേജ് കണ്ടപ്പോൾ ഉണ്ടാക്കിയൊരു ഫ്ലവറാണ്. കാരണം നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ഒരുവിധം കവർ ചെയ്ത് വന്നപ്പോൾ നെക്സ്റ്റ് ഏത് ഫ്ലവർ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ഇമേജ് നോക്കി ഉണ്ടാക്കിയ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ പേരറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേരറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഒരുവിധം എല്ലാ ഫ്ലവേഴ്സ് ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി സൺഫ്ലവറും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ സൺഫ്ലവർ നമുക്ക് കുറച്ച് വലിയതായിട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത്രയും മിനി പോട്ട്സിൻ്റെ കൂടെ നമുക്കൊരു ജൈൻറ്റ് സൺഫ്ലവറും കൂടി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ സീരീസ് ചെയ്തപ്പോൾ എല്ലാ ഫ്ലവേഴ്സും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുക വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു സീരീസ് പോലെ ആ വീഡിയോസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഒരു കുഞ്ഞു ഹാർട്ട് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ മൂന്നെണ്ണമാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് താഴെ കമൻറ്റ് ചെയ്യും. ഏതിനാ ഫാൻസ് കൂടുതലെന്ന് നോക്കാമല്ലോ.